ആര് നിൽക്കും, ആര് പോകും? അവസാന ലാപ്പിൽ സർപ്രൈസ് നീക്കമുണ്ടാകുമോ? IPL റിട്ടൻഷൻ ഡെഡ്ലൈന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ അണിയറയിൽ തിരക്കിട്ട നീക്കങ്ങളിലാണ് ഫ്രാഞ്ചൈസികൾ. മിനി ലേലമാണെങ്കിലും മെഗാ ഓപ്ഷൻ ആണെങ്കിലും വാർത്താ തലക്കെട്ടുകളിൽ എപ്പോഴും ഇടം പിടിക്കുന്ന ഒരു ടീമുണ്ട്. അതെ, പറഞ്ഞു വരുന്നത് പഞ്ചാബ് കിങ്സിനെ കുറിച്ച് തന്നെയാണ്. പോയ സീസണിൽ പുതിയ നായകൻ ശ്രേയസ് അയ്യറിന്റെ ചെറുകിലേറി അത്ഭുത കുതിപ്പ് നടത്തിയ സംഘം ഒരു പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ടീം കലാശക്കളിക്ക് യോഗ്യത നേടിയ സീസൺ കൂടിയായിരുന്നു കടന്നുപോയത്. IPLൽ മറ്റൊരു താരലേലം അടുത്തിരിക്കെ പഞ്ചാബ് ക്യാമ്പിൽ ഇത്തവണ കാര്യമായ ചലനങ്ങളൊന്നുമില്ല. IPL ഫൈനലിസ്റ്റുകളുടെ 2026 സീസൺ ലക്ഷ്യമിട്ടുള്ള സ്ട്രാറ്റജി എന്താണ്? പരിശോധിക്കാം. അടുത്ത വർഷവും മുന്നിൽ നിന്ന് നയിക്കാൻ ശ്രേയസ് അയ്യർ ഉണ്ടാകും. 2025 മെഗാലേലത്തിൽ അടിമുടി പൊളിച്ചെഴുത്തുമായി എത്തിയ കിങ്സ് 26.75 കോടി ചെലവിട്ടാണ് അയ്യരെ ഒപ്പം എത്തിച്ചത്. കൊൽക്കത്തയെ കിരീടത്തിലെത്തിച്ച ശേഷം പഞ്ചാബിലേക്കുള്ള എൻട്രിയിൽ താരത്തിന്റെ പകർന്നാട്ടത്തിനാണ് ആരാധകർ സാക്ഷ്യം വഹിച്ചത്. 17 മാച്ചിൽ 604 റൺസാണ് വലങ്കയ്യൻ ബാറ്ററുടെ സമ്പാദ്യം. 6 അർദ്ധ സെഞ്ചുറി അടക്കം നേടിയ ശ്രേയസ് വിജയയാത്രയിലെ ചാലകശക്തിയായി. അടുത്തിടെ OC സീരീസിനിടയേറ്റ പരിക്കിനെ തുടർന്ന് കളത്തിന് പുറത്താണെങ്കിലും IPLന് മുമ്പ് താരം ഫിറ്റ്നസ് വീണ്ടെടുക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സ്റ്റാർ പേസർ അർഷദീപ് സിംഗ്, സ്പിന്നർ യുസ്വേന്ദ്ര ചഹൽ, ഫിനിഷർ ശശാങ്ക് സിംഗ് എന്നിവരെല്ലാം റെഡ് ജേഴ്സിയിൽ അടുത്ത തവണയും പഞ്ചാബ് നിരയിലുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. 17 മാച്ചിൽ 21 വിക്കറ്റാണ് പോയ പതിപ്പിൽ അർഷദീപ് പിഴുതെടുത്തത്. പോയ സീസണിൽ ടീമിന്റെ ബോളിംഗ് ബാലൻസിംഗ് ദൗത്യം ഏറ്റെടുത്തത് യുസ്വേന്ദ്ര ചഹലായിരുന്നു. രാജസ്ഥാനിൽ നിന്നെത്തിയ സ്പിന്നർ ഹാട്രിക് അടക്കമായി 2025 എഡിഷനിൽ 14 മാച്ചിൽ 16 വിക്കറ്റാണ് സ്വന്തമാക്കിയത്. ഫിനിഷറുടെ റോളിൽ നിറഞ്ഞു കളിച്ച ശശാങ്ക് സിംഗ് 50 ബാറ്റിംഗ് ശരാശരിയിൽ 350 റൺസാണ് നേടിയത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരായ ഫൈനലിലടക്കം അവസാനം വരെയും പഞ്ചാബിന്റെ പ്രതീക്ഷ കാത്തത് ശശാങ്ക് ആയിരുന്നു. ഓപ്പണിംഗ് റോളിൽ പ്രഭ്സിമ്രാൻ സിംഗ്, പ്രിയാൻഷ് ആര്യ ഫിയർലെസ് കൂട്ടുകെട്ടിലാകും ടീം വിശ്വാസമർപ്പിക്കുക. ഓസീസ് വിക്കറ്റ് കീപ്പർ ബാറ്റർ ജോഷ് ഇംഗ്ലീഷ്, നേഹൽ വധേരെ എന്നിവരും ബാറ്റിംഗ് കരുത്തായി അടുത്ത സീസണിലും ഉണ്ടാകും. പോയ സീസണിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതിരുന്ന ഓസീസ് താരം ഗ്ലെൻ മാക്സ്വെൽ, അഫ്ഗാൻ ഓൾറൗണ്ടർ അസ്മത്തുള്ള ഒമർസായി, ഓസീസ് ഓൾറൗണ്ടർ ആരോൺ ഹാഡ്ലി, പേസർ സാവിയർ ബ്രാറ്റ്ലെറ്റ്, ഇന്ത്യൻ പേസർ യാഷ് താക്കൂർ, മുഷീർ ഖാൻ, കിവീസ് താരം കെയിൽ ജാമിസൺ എന്നിവരെ പഞ്ചാബ് റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മെഗാലയലത്തിൽ 4.2 കോടിക്ക് ടീമിലെത്തിച്ച മാക്സ്വെൽ പോയ സീസണിൽ അമ്പേ പരാജയമായിരുന്നു. 7 മാച്ചിൽ നിന്നായി താരം അക്കൗണ്ടിൽ ചേർത്തത് വെറും 48 റൺസായിരുന്നു. 4 വിക്കറ്റാണ് നേടിയത്. താരത്തിന് പകരം മികച്ചൊരു ഓൾറൗണ്ടറെ പഞ്ചാബ് ലക്ഷ്യമിട്ടേക്കാം. അതേസമയം പഞ്ചാബ് റിട്ടൻഷൻ നീക്കങ്ങളുടെയെല്ലാം അവസാന വാക്ക് പരിശീലകൻ റിക്കി പോണ്ടിങ്ങിൻ്റെതായിരിക്കും. വൻ തോക്കുകൾക്ക് പിറകെ പോകാതെ ഓരോ പൊസിഷനും അനുയോജ്യമായ താരങ്ങളെ എത്തിച്ച് ടീം ബാലൻസിംഗ് നിലനിർത്തുന്നതിൽ മുൻ ഓസീസ് ക്യാപ്റ്റന്റെ നീക്കങ്ങൾ നിർണായകമായിരുന്നു. ഇതോടെ മിനി ലേലത്തിൽ വിജയ ഫോർമുലയിൽ കാര്യമായ മാറ്റത്തിന് പോണ്ടിങ് തയ്യാറായേക്കില്ല. പോയ പതിപ്പിലെ മോശം ഫോം മായ്ച്ചു കളഞ്ഞ് മാക്സ്വെല്ലിൽ കോച്ച് ഒരു സീസൺ കൂടി വിശ്വാസമർപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. മാക്സ്വെല്ലിനെ റിലീസ് ചെയ്താലും പേഴ്സിൽ ചേരുക 4.20 കോടി മാത്രമായിരിക്കും. ഈ തുകയ്ക്ക് മറ്റൊരു എക്സ്പീരിയൻസ് ഓൾറൗണ്ടറെ എത്തിക്കുക എന്നത് എളുപ്പമാകില്ലെന്നും പഞ്ചാബിനെ മാറ്റി ചിന്തിപ്പിച്ചേക്കാം. സ്പിൻ പേസ് ബോളിംഗിൽ അഡീഷനായി പുതിയ പ്ലെയറെ എത്തിക്കാനാകും മിനി ലേലത്തിൽ ടീം ശ്രമം നടത്തുക. സഞ്ജു ജഡേജ സ്വാപ്പ് ഡീലിന് പിന്നാലെ മറ്റൊരു സർപ്രൈസ് നീക്കവും അണിയറയിൽ പുരോഗമിക്കുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകനും ഓൾറൗണ്ടറുമായ അർജുൻ ടെണ്ടുൽക്കറും ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഓൾറൗണ്ടർ ഷർദുൽ താക്കൂറും തമ്മിലുള്ള ഡീൽ ചർച്ചയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇരു ഫ്രാഞ്ചൈസികളും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലാണെന്നാണ് ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2 കോടി ചെലവഴിച്ചാണ് താക്കൂറിനെ ലക്നൗ പോയ സീസണിൽ ടീമിലെത്തിച്ചത്. മെഗാലയലത്തിൽ അൺസോൾഡായ മുംബൈക്കാരനെ മുഹ്സിൻ ഖാന്റെ ഇഞ്ചുറി റീപ്ലേസ്മെന്റായാണ് കൂടാരത്തിലെത്തിച്ചത്. 10 മത്സരങ്ങളിൽ 13 വിക്കറ്റുമായി LSGയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും 34കാരനായി. 20 ലക്ഷം ബേസ് പ്രൈസിൽ മുംബൈ ടീമിലെത്തിച്ച അർജുൻ പോയ പതിപ്പിൽ മുംബൈക്കൊപ്പം ഒരു മത്സരത്തിൽ പോലും പ്ലേയിങ് 11-ൽ ഇടം പിടിച്ചിരുന്നില്ല. ഡൽഹിയും കൊൽക്കത്തയും ഗുജറാത്തുമെല്ലാം മിനി ലേലത്തെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പോയ സീസണിലേതിന് സമാനമായി ഇത്തവണയും സർപ്രൈസ് നീക്കമുണ്ടാകുമോ? IPL അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം.